നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനിൽ വീണ്ടും അതിശക്തമായ ആക്രമണം. ടെഹ്റാനിൽ സ്ഫോടന പരമ്പര. നദാൻസ് ആണവ നിലയം ആക്രമിച്ചെന്ന് ഇറാൻ. ആണവ ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. തെളിവില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ഇറാനിലുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ മരിച്ചത് 555 പേരെന്ന് റെഡ് ക്രസന്റ്. സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഇറാൻ. ലക്ഷ്യം കാണും വരെ സൈനിക നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന ഇറാൻ. ഒമാൻ തീരത്ത് കപ്പലാക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. 2 പേരെ കാണാതായി. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കുവൈറ്റിൽ തകർന്നു വീണു. സൗദിയിലെ അരാംകോ റിഫൈനറിയിൽ ആക്രമണം. തീപിടുത്തമുണ്ടായത് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണ്. ലബനനിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുൾ പാരാമിലിറ്ററി കമാൻഡർ അടക്കം 31 പേർ കൊല്ലപ്പെട്ടു. യുദ്ധപശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ അതീവ ആശങ്കയറിയിച്ച് കേന്ദ്ര ഉന്നതതല യോഗം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ആശങ്കയറിയിച്ച് നരേന്ദ്രമോദി. ഇന്ത്യക്കാരോടുള്ള കരുതലിൽ UAE നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇന്നും സ്തംഭിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ M സ്വരാജിനും MM മണിക്കും സീറ്റില്ല. 3 ടേം വ്യവസ്ഥ കർശനമാക്കി CPI. 6 സിറ്റിംഗ് MLA-മാർക്ക് ഇത്തവണ സീറ്റില്ല. ഇടതുമുന്നണിയിൽ ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നു. 13 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കേരള കോൺഗ്രസ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റി ദേവസ്വം ബോർഡ്. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കുമെന്ന് ദേവസ്വം ബോർഡ്. 2019 സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ തിരുത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് ജാമ്യമില്ല. 2 ജാമ്യഹർജികളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യഹർജി സമർപ്പിച്ച് A. പത്മകുമാർ. പ്രതിരോധ സമുദ്ര സുരക്ഷാ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും കാനഡയും. കനേഡിയൻ സർവകലാശാലകൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങും. ഭീകരവാദം, സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ പരസ്പര വിശ്വാസത്തോടെ പ്രവർത്തിക്കാനും ധാരണ. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ മകം തൊഴുത് ഭക്തർ. രാത്രി 9:30 വരെ ദർശനം. ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല നാളെ. പ്രതിഷേധത്തിനിടെ വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ KSU പ്രവർത്തകരുടെ ജാമ്യഹർജിയിൽ വിധി നാളെ. ആക്രമണത്തിന് ചെറിയ ആയുധം ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന് പ്രോസിക്യൂഷൻ. മന്ത്രിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കോടതി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.